നമസ്കാരം. പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി ആക്രമിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസും സേനകളും നടത്തിയ നടപടികൾക്ക് മന്ത്രാലയത്തിന്റെ ഉത്തരവുണ്ടെന്നും ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മാന്യത സർക്കാർ കാണിക്കണമെന്നും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ആവശ്യപ്പെട്ടു. ലോക്സഭയാണ് തനിക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമെന്നും അവിടെ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ ഇവിടെ സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കിയായിരുന്നു രാഹുൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളാണ് താൻ ഉയർത്തേണ്ടതെന്നും എന്നാൽ ഡൽഹിയുടെ തെരുവുകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തല്ലിച്ചതച്ച വിഷയം തനിക്ക് ഉയർത്താൻ കഴിഞ്ഞില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അവരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചു, ആണിയുള്ള ലാത്തികൾ ഉപയോഗിച്ച് അടിച്ചു, പ്രായപൂർത്തിയാകാത്തവരെയും സ്ത്രീകളെയും തല്ലിച്ചതച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം ഒരു മൗലിക പ്രശ്നമാണ്. അതാണ് താൻ പാർലമെന്റിൽ ഉയർത്താൻ ശ്രമിച്ചത് എന്ന് രാഹുൽ തുറന്നടിച്ചു. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്വതന്ത്ര സമിതി അന്വേഷണം നടത്തണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അമിത്ഷായുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. വിഡ്ഢികൾ, അന്ധഭക്തർ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് RSSനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത്. പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും RSS നേതാക്കളെയും രൂക്ഷ പരിഹാസത്തിലൂടെ ലോക്സഭയിൽ ഇന്നലെ രാഹുൽ വിമർശിച്ചു. ഇതിനെതിരെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഭരണപക്ഷ എംപിമാർ ഉയർത്തിയ ബഹളത്തിൽ രാഹുലിന് തന്റെ പ്രസംഗം പൂർത്തിയാക്കാനായില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഭേദഗതികളെല്ലാം തള്ളിക്കൊണ്ട് പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗങ്ങൾ തടയാൻ ഭേദഗതി ബില്ല് 2026 ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കി. വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി ചാർജിലും പെല്ലറ്റ് വെടിവെപ്പിലും ആഭ്യന്തരമന്ത്രിയാണ് അനുമതി നൽകിയതെന്നും രാഹുൽ പറഞ്ഞു. സുപ്രധാന നിയമനിർമ്മാണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും വിശേഷിപ്പിച്ച ബില്ലിന്മേൽ നടന്ന 2 ദിവസത്തെ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിൽ എത്തിയില്ല. ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് സഭയിൽ വന്നിരിക്കാനുള്ള ധൈര്യമില്ലെന്നതിനാൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഹുൽ പരിഹസിച്ചു. ഭയപ്പെടുന്നത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇന്നലെ ലോക്സഭയിൽ വരാതിരുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കാനോ പാർലമെന്റിനെ നേരിടാനോ ഉള്ള ധൈര്യം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ഇല്ലെന്നും രാഹുൽ പറഞ്ഞു. ഇന്ത്യയിലെ ഓരോ സർവകലാശാലയിലും RSS പശ്ചാത്തലമുള്ള വൈസ് ചാൻസലർമാരാണ് ഉള്ളതെന്നും രാഹുൽ ആരോപിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രതീകം മാത്രമാണ്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ശത്രു RSS ആണ്. വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്നത് മന്ത്രിയല്ല, RSS ആണ്. സർവകലാശാലകളിൽ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം വ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശബ്ദം അടിച്ചമർത്തുകയാണ്. പിടിച്ചുപറി സംവിധാനമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റി. വിദ്യാഭ്യാസ വ്യവസ്ഥ ഭയാനകമാണ്, ക്രൂരമാണ്. അനിയന്ത്രിതമായ സ്വകാര്യവൽക്കരണം ചൂഷണത്തിനുള്ള ഉപാധിയാക്കി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ഭരണകൂടം കൈപ്പിടിയിലൊതുക്കി. അറിവും സത്യവും നേടുന്നതിന് വിദ്യാർത്ഥികളെ RSS പ്രവർത്തകർ തടയുകയും തങ്ങളുടെ ഭാവനയിൽ മെനഞ്ഞെടുത്ത ചരിത്രം പഠിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുവെന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയത്. സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വന്തം ആഗ്രഹങ്ങൾ പിന്തുടരാനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിൽ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ നിരാശരാണ്. ഇന്ത്യയിൽ വിദ്യാർത്ഥികളായിരിക്കാനോ തങ്ങളുടെ അഭിനിവേശം പിന്തുടരാനോ ആഗ്രഹിക്കുന്നത് പറയാനോ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനോ അനുവാദമില്ല എന്നതാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചതെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. കൂടാതെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ രാഹുൽ പ്രകീർത്തിച്ചു. രാജ്യത്തിന്റെ തെരുവുകളിൽ ഭാവി തലമുറ കാഴ്ചവെച്ച കാര്യങ്ങൾ വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകി. രാജ്യത്തെ യുവാക്കളുടെ വികാരങ്ങളുടെ ആഴത്തിലുള്ള പ്രകടനമാണ് ഉണ്ടായത്. അതിൽ ദേഷ്യമോ വിദ്വേഷമോ ആക്രമമോ ഇല്ല. തെരുവിൽ കണ്ട ഇന്ത്യൻ യുവതയുടെ ശക്തിയെ BJP ഉൾപ്പെടെ എല്ലാവരും മാനിക്കണം. ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ യുവാക്കളിൽ അഭിമാനിക്കണം. നേതാക്കളുടെ മക്കളും പ്രതിഷേധിച്ച യുവാക്കളോട് യോജിക്കുന്നുണ്ട്. മക്കളോട് സംസാരിച്ചാൽ മനസ്സിലാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പ്രസ്താവന നടത്തിയതിന് BJP MLA യശ്പാൽ സുവർണയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. നീറ്റ് വിവാദത്തിൽ രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രക്ഷോഭം സംഘടിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ BJP നേതൃത്വം ഉടുപ്പി സർവീസ് ബസ് സ്റ്റാൻഡിന് മുൻപിൽ
ധർണ നടത്തുന്നതിനിടെ യശ്പാൽ അപകീർത്തിപരമായ പ്രസ്താവന നടത്തിയിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അശോക് കൊടവൂരിന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.